എസ്തേർ അധ്യായം 1. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ 127 സംസ്ഥാനങ്ങളുടെ അധിപനായിരുന്ന അഹശ്വേരോശിൻ്റെ കാലത്ത് അവൻ ശൂഷൻ അരമന സിംഹാസനസ്ഥനായിരുന്നു കൊണ്ട് വാഴ്ചയുടെ 3-ാം വർഷം അവൻ്റെ എല്ലാ പ്രഭുക്കന്മാർക്കും ദാസന്മാർക്കുമായി ഒരു വലിയ വിരുന്ന് കഴിച്ചു. പേർഷ്യയിലെയും മെദ്യായിലെയും സേനാധിപന്മാരും അവനോടുകൂടി ഉണ്ടായിരുന്നു. തൻ്റെ രാജകീയ പ്രൗഢിയുടെ മേന്മയും മഹിമയുടെ ആധിക്യവും പ്രതാപവും കാണിച്ചുകൊണ്ട് 180 ദിവസം വിരുന്ന് നടത്തി. പിന്നീട് രാജഗൃഹത്തിൽ കൂടിയിരുന്ന മഹത്തുക്കളും സാധാരണക്കാരുമായ സർവജനത്തിനുമായിട്ട് രാജോദ്യാനത്തിൽ വച്ചും വിരുന്ന് കഴിച്ചു. അവിടെ വെൺകൽ സ്തംഭങ്ങളിന്മേൽ ചണനൂലും ധൂമ്രനൂലും കൊണ്ട് വെള്ളയും പച്ചയും നീലയുമായ തുണിത്തരങ്ങൾ വെള്ളി വളയങ്ങളിൽ തൂക്കിയിട്ടിരുന്നു. ചുവപ്പും വെളുപ്പും മഞ്ഞയും കറുപ്പും ഉള്ള ശീലകൾ പടുത്തിരുന്ന അകത്തളത്തിൽ പൊന്നും വെള്ളിയും കസവുകളുമുള്ള മെത്തകളും ഉണ്ടായിരുന്നു. അവർക്ക് പാനം ചെയ്യുവാൻ കൊടുത്തിരുന്നത് വിവിധ ആകൃതികളിലുള്ള സ്വർണപാത്രങ്ങളിലായിരുന്നു. രാജപദവിക്ക് അനുസൃതമായ രീതിയിൽ കൊട്ടാരത്തിൽ വീഞ്ഞും വളരെ ഉണ്ടായിരുന്നു. രാജാവ് തൻ്റെ ഭവന കാര്യസ്ഥനോട് ഇങ്ങനെ പറഞ്ഞു: ആരെയും നിർബന്ധിക്കരുത്, ഓരോരുവനും ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. അങ്ങനെ എല്ലാം ക്രമപ്രകാരമായിരുന്നു. ഈ രാജ്ഞിയും രാജ്യഗൃഹത്തിൽ വച്ച് സ്ത്രീകൾക്കൊരു വിരുന്ന് കഴിച്ചു. 7-ാം ദിവസം വീഞ്ഞ് കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ രാജാവ് ഷണ്ഡന്മാരായ ബിസ്ത, തീറസ്, അർബോന, ബെഗ്ദ, അബ്ഗദ്ദ, സേദർ, കർക്കസ് എന്ന രാജഗൃഹ സേവകരായ 7 ഷണ്ഡന്മാരോട് വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങളെയും പ്രഭുക്കന്മാരെയും കാണിക്കേണ്ടതിന് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ സുന്ദരിയായിരുന്നു. എന്നാൽ ഷണ്ഡന്മാർ വഴി വന്ന കൽപ്പന മുറുത്ത് വസ്തി രാജ്ഞി പോകാതിരുന്നു. രാജാവ് അത്യധികം കോപിച്ചു. അവൻ്റെ കോപം ഉള്ളിൽ ജ്വലിച്ചു. ആ സമയത്ത് അരമന പ്രമുഖരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരുമായ ബർനാശാവ്, യഷ്തീർ, അർമുത്തു, റോമോസ്, തർഷീഷ്, മാസറിയ, മൗക്കാൻ എന്നിങ്ങനെ പേർഷ്യയിലെയും മേദ്യയിലെയും 7 പ്രഭുക്കന്മാർ അവൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. രാജ്യപാലനത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും രാജാവ് ആലോചിക്കുക പതിവായിരുന്നതിനാൽ അഭിജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് ഷണ്ഡന്മാർ മുഖാന്തരം അഹശ്വേരോശ് രാജാവ് അയച്ച കൽപ്പന വസ്തി രാജ്ഞി അനുകരിക്കായകയാൽ രാജ്യപാലനത്തിലും ന്യായത്തിലും വൈജ്ഞാനികളായ എല്ലാവരോടും രാജാവ് ആലോചിക്കുക പതിവായിരുന്നതിനാൽ അഭിജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് ഷണ്ഡന്മാർ മുഖാന്തരം അഹശ്വേരോശ് രാജാവ് അയച്ച കൽപ്പന വസ്തി രാജ്ഞി അനുസരിക്കായകയാൽ രാജ്യനീതി പ്രകാരം അവളോടെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് മൗക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞു. വസ്തി രാജ്ഞി രാജാവിനോട് മാത്രമല്ല
അഹശ്വേരോഷ് രാജാവിൻ്റെ സർവ സംസ്ഥാനങ്ങളിലുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും തെറ്റ് ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹശ്വേരോഷ് രാജാവ് വസ്തി രാജ്ഞിയെ തൻ്റെ മുമ്പാകെ ആനയിക്കുവാൻ കൽപ്പിച്ചയച്ചു. അപ്പോൾ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ പുച്ഛിക്കും. ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പേർഷ്യയിലെയും മേദ്യയിലെയും പ്രഭുപത്നിമാർ രാജാവിൻ്റെ എല്ലാ പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്ദയും നീരസവും വർദ്ധിക്കും. രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശ്വേരോഷ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് അവിടെ നിന്ന് ഒരു രാജകൽപ്പന പ്രസിദ്ധപ്പെടുത്തുകയും അത് മാറ്റാവതല്ലാത്ത വണ്ണം പേർഷ്യരുടെയും മേദ്യരുടെയും രാജ്യനിയമത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞിസ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുവൾക്ക് കൊടുക്കുകയും വേണം. രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലാം ഇത് മഹാരാജ്യമല്ലോ. പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും തൃപ്തിയായി. രാജാവ് മൗഖാന്റെ ഉപദേശാനുസരണം ചെയ്തു. ഏത് പുരുഷനും തൻ്റെ വീട്ടിൽ അധികാരം നടത്തുകയും സ്വന്തം ഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിൻ്റെ ഭാഷയിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർഗമോർ.